യേശുക്രിസ്തുവിൽ എത്രയും സ്നേഹം നിറഞ്ഞവരെ, വചനയാത്രയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായിയുടെ വിശുദ്ധ സുവിശേഷം 11-ാം അധ്യായം 20 മുതൽ 24 വരെയുള്ള തിരുവചന ഭാഗങ്ങളാണ് നാം ഇന്ന് ധ്യാനിക്കുന്നത്. അനുദപിക്കാത്ത നഗരങ്ങളെക്കുറിച്ച് വാചാലനാകുന്ന ക്രിസ്തുവിനെ സുവിശേഷത്തിൽ നാം കാണുന്നു. തൻ്റെ പൊതുജീവിതത്തിൻ്റെ നല്ലൊരു ഭാഗവും ജെറുസലേമിന് വെളിയിൽ ചിലവഴിച്ച യേശു കൊറാസീനിലും ബെത്സായിദയിലും കഫർനാമിലും ധാരാളം അത്ഭുതപ്രവൃത്തികൾ ചെയ്തു എന്ന് അവിടുത്തെ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. എന്നാൽ ആ പട്ടണവാസികൾ ദൈവവചനം ശ്രവിച്ചിട്ടും യേശുവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം കണ്ടിട്ടും തങ്ങളുടെ പാപങ്ങൾ ഉപേക്ഷിച്ച് ദൈവത്തിങ്കലേക്ക് തിരിയാൻ കൂട്ടാക്കിയില്ല. ഇക്കാരണത്താൽ അവർ 3 പഴയ നിയമ നഗരങ്ങളെക്കാൾ ദുരിതങ്ങൾക്ക് ഇരയായിത്തീരുമെന്നാണ് ഈശോ താക്കീത് നൽകുന്നത്. ഈ താക്കീതിനെ ഒരിക്കലും ഒരു ശാപമായി തെറ്റിദ്ധരിക്കരുത്. ദൈവവചനം തിരസ്കരിച്ച് പാപത്തിൻ്റെ നൈമിഷിക സുഖങ്ങളിൽ ജീവിക്കുന്നവർ അവരുടെ തന്നെ പ്രവൃത്തികളുടെ ഫലമായിട്ടാണ് ദുരിതങ്ങൾ അനുഭവിക്കുന്നത്. കണ്ണുണ്ടായിട്ടും കാണുകയോ കാതുണ്ടായിട്ടും കേൾക്കുകയോ ഹൃദയം കൊണ്ട് ഗ്രഹിക്കുകയോ ചെയ്യാത്ത തൻ്റെ ജനത്തിന് ദൈവകൃപയെ തിരസ്കരിക്കുന്നത് മൂലമുള്ള വിപത്തിനെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകുക മാത്രമാണ് കരുണാമയനായ ദൈവം. ദൈവവചനം കേട്ടിട്ടും അവിടുത്തെ അത്ഭുതപ്രവൃത്തികൾ കണ്ടിട്ടും അവിടത്തേക്കായി ഹൃദയം അഭിലഷിച്ചിട്ടും ലൗകിക സുഖങ്ങളെ വെറുത്തുപേക്ഷിക്കാൻ മടികാട്ടിയ കൊറാസ്യൻ, ബെത്സൈദ, കഫർനം എന്നിവിടങ്ങളിലെ പട്ടണവാസികളാകാറില്ലേ നാമും ഇടയ്ക്കൊക്കെ? സങ്കീർത്തനം 107:20 അവിടുന്ന് തൻ്റെ വചനമയച്ച് അവരെ സൗഖ്യമാക്കി, വിനാശത്തിൽ നിന്ന് വിടുവിച്ചു. ഇന്നത്തെ ലോകത്തിൽ ദൈവം അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്നത് തൻ്റെ വചനത്തിലൂടെയാണ്. എന്നാൽ ദൈവവചനത്തോട് വിശ്വാസികളുടെ ഇടയിൽ പോലും ഇന്ന് ഒരുതരം നിസ്സംഗത മനോഭാവമാണ്. കേവലം ഒരു കഥാപുസ്തകം പോലെ വിശുദ്ധ ഗ്രന്ഥത്തെ കണക്കാക്കുന്ന വ്യക്തികളാകരുത് നമ്മൾ. നമ്മെ ദുരിതങ്ങളിൽ നിന്ന് മോചിപ്പിക്കാനും പുതുജീവൻ പ്രദാനം ചെയ്യാനും ഉള്ള കഴിവുള്ള ദൈവവചനത്തെ ഹൃദയത്തിൽ സ്വീകരിച്ച് അതരം കൊണ്ട് ഏറ്റുപറയാൻ നമുക്കാവണം. അതിന് തടസ്സമായി നമ്മിലുള്ള പാപത്തിൻ്റെയും സംശയത്തിൻ്റെയും ലജ്ജയുടെയും ഭയത്തിൻ്റെയും കെട്ടുകളഴിക്കാൻ ദൈവാത്മാവിൻ്റെ അഭിഷേകത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. അനുദിന ജീവിതത്തിൽ വചനം വായിച്ച് വചനം നൽകുന്ന മാനസാന്തരത്തിൻ്റെ ഫലങ്ങൾ പുറപ്പെടുവിച്ച് യഥാർത്ഥ ക്രിസ്തുശിഷ്യരാകാനായിട്ടുള്ള കൃപകൾക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.